ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തേത്, വാട്ട് ആർ കോണ്ടിനെന്റ്സ്? എന്താണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ എന്നാണല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഭൂഖണ്ഡങ്ങൾ എന്ന് മനസ്സിലാക്കണം, എന്താണ് കോണ്ടിനെന്റ്സ് എന്ന് മനസ്സിലാക്കണം അല്ലേ. ലാർജ് ലാൻഡ് മാസസ് ആർ കോൾഡ് കോണ്ടിനെന്റ്, മീനിങ് pieces of land. A continent is a large landmass containing different physiographic divisions such as tall mountains, expansive plains, vast desert and plateaus. അഥവാ വിശാലമായിട്ടുള്ള കരയുടെ ഭാഗങ്ങളെ, കരയുടെ കഷ്ണങ്ങൾ, പീസ് ഓഫ് ലാൻഡ് എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയ ഒരു കരഭാഗമാണ് ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, വലിയ ഒരു കരഭാഗമാണ് ഭൂഖണ്ഡം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഭൂഖണ്ഡം അല്ലെങ്കിൽ കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വാട്ട് ആർ സബ് കോണ്ടിനെന്റ്സ്? ഉപഭൂഖണ്ഡങ്ങൾ എന്നാൽ എന്ത്? Subcontinents are large continental areas with diverse physiographic divisions and climates as in continents. അഥവാ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നു. ഒന്നുകൂടെ പറയാം. Subcontinents are large continental areas with diverse physiographic divisions and climates as in continent. വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിൽ മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കോണ്ടിനെന്റ്സ്? ഉപഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ? ഉപഭൂഖണ്ഡങ്ങളല്ല, ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഒന്നുകൂടെ പറയാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടോപ്പോഗ്രഫി ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയുള്ളതാണ്? അഥവാ നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടിനെന്റിനെ കുറിച്ചിട്ടാണല്ലേ. അപ്പൊ അതിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് എങ്ങനെയാണ്? The Indian subcontinent's topography consists of high mountain peaks, vast plains, desert regions, hard rock plateaus, coastal plains and islands. അഥവാ ഉന്നതമായിട്ടുള്ള പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബൗണ്ടറീസ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ ഏതൊക്കെയാണ് അതിന്റെ ബൗണ്ടറീസ്? നോർത്തിൽ ഹിമാലയ, ഈസ്റ്റിൽ ആരഗൻ റേഞ്ച്, വെസ്റ്റിൽ ഹിന്ദുകുഷ് റേഞ്ച്, സൗത്തിൽ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, അഥവാ വടക്ക് ഹിമാലയൻ പർവ്വതവും കിഴക്ക് അരക്കൻ പർവ്വത നിരകളും പടിഞ്ഞാറ് ഹിന്ദുകുഷ് പർവ്വതനിര, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്? ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂവിഭാഗം ഏതാണ്? ദ റൂഫ് ഓഫ് ദ വേൾഡ്. ഓക്കെ, ഏതാണ്? ദ പാമീർ നോട്ട് അഥവാ പാമീർ പീഠഭൂമിയാണ്. ഏഴാമത്തേത്, ഐഡന്റിഫൈ ദ കൺട്രീസ് ദാറ്റ് ബിലോങ് ടു ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങൾ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉള്ളത്? ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മാൽദീവ്സ്, ശ്രീലങ്ക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇന്ത്യ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മാൽദീവ്സ്, ശ്രീലങ്ക. ഇനി അടുത്തത് നോക്കൂ. എട്ടാമത്തെ ചോദ്യമാണ്, വിച്ച് ആർ ദ മൗണ്ടൻ റേഞ്ചസ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണ്? The Hindukush mountain range in Pakistan, the Himalayan mountain range in India, Nepal and Bhutan. അഥവാ പാകിസ്ഥാനിലുള്ള ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായിട്ടുള്ള ഹിമാലയൻ പർവ്വതനിര. ഇതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഇനി ഒൻപതാമത്തേത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ.
പ്ലെയിൻ. ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചിട്ട് ഉത്തര മഹാസമതലമാണ് കേട്ടോ. ഉത്തര മഹാസമതലത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ദ എക്സ്റ്റെൻസീവ് പ്ലെയിൻ formed by the alluvial deposit brought by the rivers Indus, Ganga and Brahmaputra is known as North Indian Plain or Great Plains. It lies to the south of the Himalayas, stretches from the east to west of the subcontinent. Fertile soil, abundant water supply from rivers, plain landscape and thickly populated, these are the features of North Indian Plains. അഥവാ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായി ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കുഭാഗത്തായി ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഫലഭൂയിഷ്ടമായ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, നദികളാൽ ജലസമൃദ്ധം, ജനനിബിഡം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് പെനിൻസുലാർ പ്ലാറ്റു? എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്? The southern part of the North Indian Plains is a plateau. It is estimated to have an elevation about 150 to 900 meters above sea level. This roughly triangular shape physiographic division is called peninsular plateau. അഥവാ ഉത്തര മഹാസമുദ്രത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരം. ത്രികോണാകൃതിയിലുള്ള ഈ ഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത്. അതാണ് പെനിൻസുലാർ പ്ലാറ്റു എന്ന് പറയുന്നത്. 11ാമത്തേത്, വാട്ട് അബൌട്ട് താർ ഡെസേർട്ട്? എന്താണ് താർ മരുഭൂമി എന്ന് പറയുന്നത്? The Thar Desert and arid land that stretches northwest of the peninsular plateau across India and Pakistan. In this sparsely rain-fed region, the natural vegetation includes cacti and shrubs. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി എന്ന് പറയുന്നത്. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവികമായിട്ടുള്ള സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. ഇനി 12ാമത്തേത്, വിച്ച് ആർ ദ ഐലൻഡ് ഗ്രൂപ്പ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായ ചെറു ദ്വീപ് സമൂഹങ്ങൾ ഏതൊക്കെയാണ്? ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറുമാണ്. 13, മേക്ക് എ നോട്ട് ഓൺ ദ ക്ലൈമറ്റ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ദ ക്ലൈമറ്റ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് ജനറലി നോൺ ആസ് മൺസൂൺ ക്ലൈമറ്റ്. ഡ്യൂറിംഗ് സമ്മർ, when the position of the sun is over the subcontinent, the air over the land gets heated and rises. During the month of May and June, the southwesterly moisture-laden wind blowing from the Indian Ocean to the Indian subcontinent causes widespread rainfall. During winter, when the position of the sun is over the Indian Ocean, the air over the sea gets heated and rises, and the wind blows here from the north. As the wind blows from the northeast to the southwest during September and October are generally dry, the amount of rainfall will be less, but the absorption of water vapor from the Bay of Bengal leads to widespread rainfall over the eastern coast of the peninsula. എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ? പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന്റെ മുകളിൽ ആയിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂടുപിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. മെയ് ജൂൺ മാസങ്ങളിൽ തെക്കുപടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന ഈർപ്പം നിറഞ്ഞ കാറ്റുകൾ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂടുപിടിച്ച് ഉയരുകയും ഇവിടേക്ക് ഉത്തര ദിക്കിൽ നിന്നുള്ള കാറ്റ് വീശുകയും ചെയ്യുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്കുനിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീഴുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ മഴയുടെ അളവ് കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടെ ഉപദ്വീപീയ ഭാഗത്തിന്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴ കാരണമാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മഴ അല്ലെങ്കിൽ കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ഈ രീതിയിലാണ്. ഇനി 14ാമത്തേത്, വാട്ട് ആർ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് എൻ ഏരിയ? ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ദ ലാറ്റിറ്റ്യൂഡ്, ദ ഓൾട്ടിറ്റ്യൂഡ്, ഫിസിയോഗ്രഫി,
പ്രോക്സിമിറ്റി ടു എ ഓഷ്യൻ ആൻഡ് വിൻഡ് അഥവാ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാന്നിധ്യം, കാറ്റ്, ഇതൊക്കെയാണ് ഒരു പ്രദേശത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. 15. വിച്ച് മേജർ ലാറ്റിറ്റ്യൂഡ് പാസസ് ത്രൂ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. Then 16. What is the climate experience on either side of Tropic of Cancer? ഉത്തരായന രേഖയ്ക്ക് വടക്കും തെക്കും അനുഭവപ്പെടുന്ന കാലാവസ്ഥ എങ്ങനെയുള്ളതാണ്? The northern part of Tropic of Cancer experiences temperature climate while the southern part has tropical climate. The difference in temperature during the winter and summer season is tropical region is generally moderate, but the difference is generally greater in the temperature regions. ഉത്തരായന രേഖയ്ക്ക് വടക്കുഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കുഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിൽ അന്തരം പൊതുവെ മിതമായിരിക്കും. മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം പൊതുവെ കൂടുതലായിരിക്കും. അടുത്തത്, വൈ ഡു യു മീൻ ബൈ റെയിൻ ഷാഡോ റീജിയൻസ്? എന്താണ് മഴനിഴൽ പ്രദേശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Moisture-laden winters are obstructed by the mountain located against their direction, resulting in rainfall, but the other side of the mountain gets low rainfall. The regions with the low rainfall are generally known as rain shadow region. അഥവാ ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. പടിഞ്ഞാറേ കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുമ്പോൾ ഈ മലനിരകളുടെ കിഴക്കൻ ചെരിവായ തമിഴ്നാട്ടിലെ മഴ വളരെ കുറവായത് ഇതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങളെയാണ് മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്, അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, നമ്മുടെ കേരളത്തിൽ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടാണ്. 18. What is the reason behind the desertification of the region comprising Aravalli ranges of Rajasthan? രാജസ്ഥാനിലെ ആരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന്റെ കാരണം എന്താണ്? When moisture-laden winters blow parallel to the mountain ranges, wind pass without precipitation because there are no barriers to obstruct. This is the reason behind the desertification of the region comprising Aravalli range of Rajasthan. പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിലെ തടസ്സങ്ങൾ ഇല്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിപ്പിക്കാതെ കടന്നുപോകുന്നു. രാജസ്ഥാനിലെ അരവല്ലി മലനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന്റെ കാരണം ഈ ഒരു കാരണം കൊണ്ടാണ്. അടുത്തത്, വാട്ട് ആർ ദ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ റീജിയൻസ് വിത്ത് ദ ലോ റെയിൻഫോൾ? മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? പൾസസ് ആൻഡ് കോഴ്സ് ഗ്രെയിൻസ് അഥവാ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളുമാണ് കൃഷി ചെയ്യുന്നത്. Then 20. Which are the 3 crop season in India? Explain. ഏതൊക്കെയാണ് 3 കാർഷിക കാലങ്ങളെ വിശദീകരിക്കാനാണ് പറയുന്നത്. First one, Kharif. Kharif season that coincides with the southwest monsoons. Crops required high temperature and abundant water. Example, paddy, cotton, jute, jowar, bajra and tur. Then Rabi season. This is the winter season crop. Rabi season begins during the month of October, November. Required moderate temperature and water. Rabi season ends in February. Next one, Zaid. This is a summer cropping season. Example, watermelon, cucumber, vegetables, fodder crops. ഇനി ഖാരിഫ്, തെക്കു പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്ർ, തൂവര എന്നിവ കൃഷി ചെയ്യുന്നു. ഇനി റാബി എന്ന് പറയുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിന്റെ ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായ മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് മുതലായവ കൃഷിക്കാലമാണ്. ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഇനി അടുത്തത് സെയ്ദാണ്. റാബി വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ്. തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ വിളകൾ തുടങ്ങിയവ ഈ സമയത്ത് ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മേജർ ക്രോപ്സ് ദാറ്റ് ഗ്രോൺ ഇൻ ഇന്ത്യ? എക്സ്പ്ലെയിൻ. ഏതൊക്കെ വിളകളാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് വിശദീകരിക്കുക. ഫസ്റ്റ് വൺ, ഫുഡ് ക്രോപ്സ് ആണ്.
Food crops are classified into two, cereals and pulses. In India, fine cereals such as rice and wheat and coarse cereals such as bajra, maize and ragi are grown. ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവിളകളിൽ ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും രണ്ടായി തരംതിരിക്കുന്നു. മൃദുധാന്യങ്ങളായ നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്ര, ചോളം, രാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. പയർ, തൂവര എന്നിവയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. The next one, cash crops are the crops that are grown commercially on a large scale are called cash crops. These include sugarcane, tobacco, cotton, jute and soil seeds. നാണ്യവിളകൾ അഥവാ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നാണ്യവിളകൾ. വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഫൈബർ ക്രോപ്സ് ആണ്. Cotton and jute are the major fiber crops in India. Fiber crops provide us with the fiber we need to make many things like fabrics, bags and sacks. നാരുവിളകൾ പരുത്തിയും ചണവും ആണ് ഇന്ത്യയിലെ പ്രധാന നാരുവിളകൾ. തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നാരുകൾ നമുക്ക് നൽകുന്നത് നാരുവിളകളാണ്. അടുത്തത് ഓയിൽ സീഡ്സ് ആണ്. ഓയിൽ സീഡ്സ് ആർ കൾട്ടിവേറ്റഡ് ടു പ്രൊഡ്യൂസ് എഡിബിൾ ഓയിൽ. ദീസ് ഇൻക്ലൂഡ് ഗ്രൗണ്ട് നട്ട്, റപ്പിസീഡ്, മസ്റ്റാർഡ്, സോയാബീൻ ആൻഡ് സൺഫ്ലവർ. എണ്ണക്കുരുക്കൾ എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത് നിലക്കടല, കടുകുവർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. Then plantation crops are other crops such as tea, coffee, rubber, spices and tubers are also cultivated in India. Among these, many are cultivated as plantation crops. തോട്ടവിളകൾ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ പലതും തോട്ടവിളകളായാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂടെ നിങ്ങൾ എക്സ്പ്ലനേഷനും കൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.